Flashback. So this will be officially my last vlog before board exams. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഫൈനൽ എക്സാംസിന് ശേഷം റൈറ്റ് ആഫ്റ്റർ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും വ്ളോഗുകളൊക്കെ ആയിട്ട്. One eternity later. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പിന്നെയും യൂട്യൂബിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. ആൻഡ് ഫൈനലി ഓൾ മൈ എക്സാംസ് ആർ ഓവർ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് പിന്നെയും വ്ളോഗുകളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ദിസ് ഈസ് മൈ വെരി ഫസ്റ്റ് വ്ളോഗ് ആഫ്റ്റർ ദ ലോങ് ബ്രേക്ക് ഐ ഹാവ് ടേക്കൺ. ഇത് ഈദിൻ്റെ സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റ് റമദാൻ നോമ്പ് തുറ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒട്ടും സമയം കളയാതെ എൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ ലൈഫിലെ ഫസ്റ്റ് റമദാൻ ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനും അർജുനും രാവിലെ ഏകദേശം 4:40 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്കപ്പോൾ പല്ല് തേക്കണമെന്ന് തോന്നിയായിരുന്നു. എന്ന് വെച്ചാൽ പല്ല് തേക്കാണ്ട് എനിക്കൊരു പരിപാടിയില്ലല്ലോ. അങ്ങനെ ഞാൻ പല്ല് തേച്ചിട്ട് വന്നു. ഞാനും അർജുനുമാണ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അമ്മ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. അതിന് ശേഷം അമ്മ പോയി കിടന്നു. അപ്പോൾ ചോറല്ല, ബേസിക്കലി കഞ്ഞിയാണ്. കഞ്ഞി ആൻഡ് ചമ്മന്തി. അങ്ങനെ കറക്റ്റ് വാങ്ക് വിളിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ 4:40 എഴുന്നേറ്റ് വന്നത്. 5:10 നമുക്ക് കഴിച്ച് തീർക്കണം എന്നുണ്ടായിരുന്നു. കറക്റ്റ് 5:10 നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഞാനും കഴിഞ്ഞു, അവനും കഴിഞ്ഞു. സോ ഇനി മുതൽ നമുക്ക് അങ്ങോട്ട് ഫാസ്റ്റിംഗ് ആണ്. ഇനി നമ്മൾ ഒന്നും കഴിക്കില്ല ഈ ദിവസം. സോ ഗൈസ്, ഇനി നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പോവാണ്. ഇനി നമുക്ക് കുറച്ച് എന്തായാലും ഒത്തിരി ലേറ്റ് ആവാണ്ട് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. സോ ഗൈസ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിന് വളരെ നേരത്തെ 7:45 ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 7 hours later. സോ ഗൈസ്, ഇപ്പോൾ ഏകദേശം സമയം 12 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോപ്പ്ഫുള്ളി നമ്മുടെ ദിവസത്തിൻ്റെ പകുതിയോളം പിന്നിട്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. ഇനി ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഇതുവരെ ദാഹിക്കുന്നില്ല. ഹോപ്പ്ഫുള്ളി ഞാൻ ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്നത് വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്താണ്. എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കുന്നതിനോട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസകരമായിട്ടാണ് ഞാൻ കണക്കാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് വെള്ളം കുടിക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആൻഡ് വിശപ്പും ഇല്ല. അപ്പോൾ ഏകദേശം നല്ല രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ. ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഞാൻ മാത്രമല്ല അർജുനും എൻ്റെ ഒപ്പം നോമ്പ് നോക്കുന്നുണ്ട്. സോ ഐ എം ഗോയിങ് ടു ആസ്ക് ഹിം. അർജുൻ, ഹൗ ഡു യു ഫീൽ? എനിക്ക് നല്ലതായിട്ട് വിശപ്പുണ്ട്. എപ്പോഴും ഉച്ചയൊക്കെ ആവുമ്പോൾ നല്ല വിശപ്പാവും. അപ്പോൾ സഹിക്കാൻ പറ്റില്ലാത്ത രീതിയിലാണ്. വൈകുന്നേരം വരെ പിടിച്ചിരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. 11 hours later. ഹായ് ഗൈസ്, അപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് 11 മണിക്കൂറും 20 മിനിറ്റും പിന്നിട്ടിരിക്കുകയാണ്. മൈ ഗോഡ്, വെള്ളവും ഫുഡും കഴിക്കാണ്ട് ഇത്രയും മണിക്കൂർ എൻ്റെ ലൈഫിൽ ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതും. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഗ്ലാഡ് ദാറ്റ് ഇത്രയും മണിക്കൂർ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റി എന്നുള്ളത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളൂ. ആൻഡ് അർജുനും ഇത്രയും നേരം ഇരുന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ ഓൾസോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഞാൻ അവനോട് പറയായിരുന്നു, നീ എന്തായാലും ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നീ ചെയ്യാൻ നിൽക്കേണ്ട, അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനെക്കൊണ്ട് പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹി ഓൾസോ ഡിഡ്. ഇത്രയും മണിക്കൂർ ഫുഡോ ഈവൻ വെള്ളം പോലും കുടിക്കാണ്ടിരിക്കാനായിട്ട് പറ്റാമെന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. സീംസ് ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. അതായത് സോ ഫാർ സോ ഗുഡ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി അങ്ങോട്ടും ബാക്കി മണിക്കൂറുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിൽ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സന്ധ്യ ആയിട്ടുണ്ട്. വിളക്ക് എത്തിക്കേണ്ട ടൈമിലേക്ക് നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. സോ പൂ പറിച്ചിട്ട് വന്നിരിക്കുകയാണ് വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുളിച്ച് വൃത്തിയായി വന്നു. സോ ഗൈസ്, ഇപ്പോൾ ആ സമയം 6:30 ആവാറായിട്ടുണ്ട്. വിളക്ക് വെക്കേണ്ട ടൈമാണ്. വിളക്ക് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതുവരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാങ്ക് വിളിക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. വിളക്ക് വെച്ചതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നീണ്ട 13 മണിക്കൂറിന് ശേഷം വാങ്കുവിളി കേട്ടപ്പോൾ ഞങ്ങൾ ഇതാ വെള്ളം കുടിച്ച് നമ്മുടെ ഫാസ്റ്റിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്.
Ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re sa pa ma pa ga re നീല നിലാവിൻ മാണികമേലെ മാമഴവില്ലിൻ താമരനൂലെ ഊയലിലാടും പൂമയിലാണ് ഹൃദയത്തിലഴകൊളി ഹൈഷാദി മൊഹബത്തിൽ ഉണർന്നു മലർവനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ ഇതം പരം പൊരുൾ കരീമാ സോ ഗൈസ്, നമ്മുടെ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള അർജുൻ്റെ ഒരു നോമ്പ് തുറന്നതിന് ശേഷമുള്ള അർജുൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അർജുൻ എന്ത് തോന്നുന്നു ഇപ്പോൾ? അത്രക്ക് പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് ആകുമ്പോൾ കഷ്ടമായി. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് എനിക്ക് ചെയ്യണ്ടു. രാവിലെ എണീറ്റപ്പോൾ അത്യാവശ്യം വിശപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴാണ് കഷ്ടമായി. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? ഉച്ചയ്ക്ക് എത്തിയപ്പോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ ബിരിയാണിയുടെ മണം വരുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ വിശപ്പിന് ഇത് കൂടും. പിന്നെ അവസാനം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഈദാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫാസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ സ്വീറ്റായിട്ട് ക്യാമറി റെഡ് വെൽവെറ്റ് കോൺ ഐസ്ക്രീം കൊണ്ട് നമുക്ക് എൻഡ് ചെയ്യാം. സോ നൗ ഐ വിൽ ടെൽ അബൌട്ട് മൈ എക്സ്പീരിയൻസ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ നോമ്പ് നോക്കിയിട്ടില്ല. സോ ഇറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ്. എനിക്ക് റിയലി ഇത് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെനിക്ക് ഫുഡ് കഴിക്കാതിരിക്കുന്നതിലോ വെള്ളം കുടിക്കാതിരിക്കുന്നതിലോ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഇടയ്ക്ക് വെച്ച് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അർജുനും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. സോ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് എല്ലാവരും ഫാസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അത് വളരെ നല്ല കാര്യമാണ്. ചെയ്യാത്തവരോടാട്ടോ ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ എക്സാം ഡേയ്സിലാണെങ്കിൽ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് എക്സാം എഴുതുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, യു ഗൈസ് ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നിങ്ങൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തരുകയാണ്. അപ്പോൾ ഇനിയും വരുന്ന വർഷങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഇത് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ്. ലൈക്ക് മെജോറിറ്റി ഓഫ് ദ ആളുകൾ നമ്മൾ നോമ്പ് നോക്കുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് നമുക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന, ഒരിക്കലും അങ്ങനെയല്ല. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു കാര്യം തന്നെയാണ്. സോ ഇനി അടുത്ത വർഷം ഞാൻ എന്തായാലും നോമ്പ് നോക്കുന്നതായിരിക്കും. ഇന്ന് ഈദാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് നേർന്നുകൊണ്ട് ഈ വ്ളോഗ് ഇതവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എക്സൈറ്റിംഗ് വ്ളോഗിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരേക്കും. ദിസ് ഈസ് മി അശ്വിൻ സൈജു സൈനിങ് ഓഫ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അൺടിൽ വി ഓൾ മീറ്റ്, ബൈ.